ചേട്ടാ ബിരിയാണിയൊക്കെ ശോകമാണല്ലോ. എന്റെ പൊന്നു മോനെ, അതുകൊണ്ടായിരിക്കും കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ബിരിയാണി വെക്കുന്ന ക്ലൗഡ് കിച്ചൺ ഞങ്ങളുടെ ആയതല്ലേ. നീക്ക് ഇവിടുന്ന് വരുന്നടാ? ഏ? നിനക്ക് ബിരിയാണി എന്താണെന്ന് അറിയില്ല. ഓക്കെ, താങ്ക് യു. സർ, ഒരു മോശം റിവ്യൂ കണ്ടു താങ്കളുടെ റെസ്റ്റോറന്റിനെ കുറിച്ച്. ഇനി കമന്റ്സ് ഓൺ ദാറ്റ്. വി ഡോണ്ട് ഹാവ് ടൈം ഫോർ ലൂസേഴ്സ്. നമുക്ക് ഇഷ്ടംപോലെ വേറെ പണിയുണ്ട്. അപ്പൊ പ്രശസ്ത ഫുഡ് ബ്ലോഗർ ആയിട്ടുള്ള മൃണാളിന്റെ റെസ്റ്റോറന്റ് ആയിട്ടുള്ള ഹംഗ്രി മൃണാളുമായി ബന്ധപ്പെട്ടുള്ള വിഷയം കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ഈ വിഷയം സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കത്തി നിൽക്കാണ് അല്ലെ. എന്താണ് സംഭവം? മുമ്പ് മറ്റുള്ളവരുടെ റെസ്റ്റോറന്റിൽ കയറിയിട്ട് അവിടുത്തെ ഭക്ഷണത്തെ കുറിച്ചെല്ലാം കീറൊട്ടിച്ചിരുന്ന മൃണാൾ ഒരു റെസ്റ്റോറന്റ് തുടങ്ങിയപ്പോൾ ആ റെസ്റ്റോറന്റിലെ ഭക്ഷണത്തെ കുറിച്ച് എല്ലാവർക്കും മോശം അഭിപ്രായം മാത്രമേ പറയാനുള്ളൂ. ഫുഡ് പോരാ, നല്ല ഈച്ച ശല്യം തുടങ്ങിയ ഒരുപാട് കംപ്ലൈന്റുകൾ മൃണാളിന്റെ റെസ്റ്റോറന്റിനെ കുറിച്ച് വരുന്നുണ്ട്. പക്ഷെ മൃണാൾ ഇതൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. മാത്രവുമല്ല, തന്റെ റെസ്റ്റോറന്റിനെ വിമർശിക്കുന്നവരെല്ലാം മൃണാൾ കളിയാക്കുക കൂടിയാണ് ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു ദിവസം മുന്നേ മൃണാൾ ഒരു Q&A ലൈവ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ എന്റെ മോനെ, നമുക്ക് എന്തായാലും മൃണാൾ പറയുന്ന കാര്യങ്ങളൊന്ന് കണ്ടുനോക്കാം. DC മീഡിയ മലയാളം. ചേട്ടാ ബിരിയാണിയൊക്കെ ശോകമാണല്ലോ. എന്റെ പൊന്നു മോനെ, അതുകൊണ്ടായിരിക്കും കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ബിരിയാണി വെക്കുന്ന ക്ലൗഡ് കിച്ചൺ ഞങ്ങളുടെ ആയതല്ലേ. നീക്ക് ഇവിടുന്ന് വരുന്നടാ? സി, ദർ ആർ ഓൺലി 3 പോസിബിലിറ്റീസ്. ഒന്നുകിൽ നീ ആ ഭാഗത്ത് വന്നിട്ടില്ല, നിനക്ക് ആ ബിരിയാണി എന്താണെന്ന് അറിയില്ല, നീ അത് കണ്ടിട്ടില്ല. അല്ലെങ്കിൽ നീ വാങ്ങിയ ബിരിയാണി ഓൺലൈനിലോ മറ്റോ ആയിരിക്കും. അത് കുറേ നേരം എവിടെയെങ്കിലും വെക്കുക എന്തെങ്കിലും ചെയ്തിട്ട് അത് മോശമായതിനു ശേഷമായിരിക്കും നീ കഴിച്ചിട്ടുണ്ടാവുക. അതും അല്ലെങ്കിൽ നിനക്ക് ബിരിയാണി എന്താണെന്ന് അറിയില്ല. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഇത് കൂടാതെ ഒരു പോസിബിലിറ്റിയും കൂടി ഉണ്ട്. ഞാൻ ഉണ്ടാക്കി തരുന്ന ബിരിയാണിയെ കുറിച്ച് ആരും മോശം പറയാൻ പാടില്ല. അങ്ങനെ ആരെങ്കിലും മോശം പറയുന്നുണ്ടെങ്കിൽ അവൻ ബിരിയാണിയെ കുറിച്ച് ഒന്നും അറിയാത്ത ഒരു മണ്ടനാണെന്ന് മൃണാൾ മനസ്സിൽ ഉറപ്പിക്കുന്നു. അങ്ങനെ ഒരു പോസിബിലിറ്റി ഇവിടെ ഉണ്ടാവാലോ. ഒരാൾ നിങ്ങളുടെ റെസ്റ്റോറന്റിൽ നിന്ന് നൽകുന്ന ഭക്ഷണത്തെ കുറിച്ച് മോശം അഭിപ്രായം പറയുമ്പോൾ ഇങ്ങനെയാണോ പ്രതികരണം നടത്തേണ്ടത് മൃണാള്? ഇതുകൊണ്ടാണ് പണ്ട് ആളുകൾ മൃണാളിനെ കുറിച്ച് പറയുന്നത് മൃണാളിനെ ആരും ക്രിട്ടിസൈസ് ചെയ്യാം, പക്ഷെ മൃണാളിനെ ആരും ക്രിട്ടിസൈസ് ചെയ്യാൻ പാടില്ല എന്ന്. ആരെങ്കിലും മൃണാളിനെ ക്രിട്ടിസൈസ് ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ അവരോടൊക്കെ മൃണാളിന് ഒടുക്കത്തെ പുച്ഛാണ്. ഭക്ഷണം നന്നാവുന്നതും മോശമാകുന്നതും ഒക്കെ രണ്ടാമത്തെ കാര്യമാണ്. ഒരു റെസ്റ്റോറന്റിൽ എപ്പോഴും വെക്കുന്ന ഫുഡ് നന്നായിക്കൊള്ളണമെന്നില്ല. ചില ദിവസങ്ങളിൽ വെക്കുന്ന ഫുഡ് മോശമായിന്ന് വരും. എനിക്ക് തന്നെ അങ്ങനത്തെ എത്രയോ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ എന്റെ നാട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബിരിയാണി സെന്റർ ആണ് KBC അഥവാ കുറ്റിച്ചെറു ബിരിയാണി സെന്റർ. ഞാൻ അവിടെ വല്ലപ്പോഴും പോയി ബിരിയാണി കഴിക്കാറുണ്ട്. എന്നോട് ആരെങ്കിലും ബെസ്റ്റ് ബിരിയാണി സ്പോട്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ ഞാൻ ആദ്യം പറയുന്നത് KBC ആയിരിക്കും. എന്റെ 1-2 സുഹൃത്തുക്കളെയും കൂട്ടി ഞാൻ അവിടെ പോയി ഫുഡ് കഴിച്ചിട്ടുമുണ്ട്. അവരൊക്കെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. അങ്ങനെ ഒരു ദിവസം മാഹിയിൽ നിന്ന് എന്റെ ഒരു സുഹൃത്ത് കോഴിക്കോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവൻ എന്നെ ഫോൺ വിളിച്ച് ചോദിച്ചു നല്ല ബിരിയാണി കഴിക്കാൻ പറ്റിയ സ്ഥലം എവിടെയാണെന്നുള്ളത്. അപ്പൊ ഞാൻ KBC പറഞ്ഞു കൊടുത്തു. അങ്ങനെ ബിരിയാണി കഴിച്ച് കഴിഞ്ഞതിന് ശേഷം അവൻ എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞ കാര്യം എന്താണെന്ന് അറിയോ? എന്ത് ബിരിയാണിയാണ് അവിടെ എടുത്തത്? ഫുള്ള് നെയ്യാണല്ലോ എന്ന്. അപ്പൊ ഞാൻ പറഞ്ഞത് ഒരിക്കലും അങ്ങനെ ഉണ്ടാവാൻ ചാൻസ് ഇല്ല, ആ ദിവസം എന്തെങ്കിലും പാളി പോയതായിരിക്കും എന്നുള്ളതാണ്. പക്ഷെ ഇതേ ഇവൻ തന്നെ പിന്നൊരു ദിവസം അവിടെ പോയി ബിരിയാണി കഴിച്ചപ്പോൾ അവന് ഇഷ്ടമായി. അതാണ്. അപ്പൊ ആ ദിവസം വെച്ച ഫുഡിൽ അവർക്ക് എന്തോ ഒരു പാളിച്ച പറ്റി പോയതാണ് സംഭവം. അങ്ങനെ ഒരു ഇത് എല്ലാ റെസ്റ്റോറന്റുകളിലും സംഭവിക്കാറുണ്ട് അല്ലേ. ഇപ്പൊ എന്റെ വീഡിയോ കാണുന്നവർക്ക് തന്നെ അത്തരത്തിൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. സ്ഥിരമായി പോകുന്ന റെസ്റ്റോറന്റുകളിൽ ചില ദിവസങ്ങളിലെ ഭക്ഷണം പാളി പോകാറുണ്ട് അല്ലേ. ഇതൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ അത് ആളുകൾ ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത് അവരോട് മാന്യമായി പെരുമാറുക എന്നുള്ളത് ഒരു ബേസിക് മര്യാദയാണ്. അല്ലാതെ ഫുഡിനെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും മോശം അഭിപ്രായം പറയുമ്പോഴേക്കും അവരെങ്ങ് മണ്ടനായിട്ട് മുദ്ര കുത്തുക, അവരോട് വളരെ മോശമായി പെരുമാറുക. എന്താണ് മൃണാളെ? വളരെ മോശം ഉള്ളത് പറയാലോ. ഇതൊരു ബാക്കി പറഞ്ഞാട്ടെ. അതിൽ സർ ഒരു അയ്യോ പോയാ സർ, ഒരു മോശം റിവ്യൂ കണ്ടു താങ്കളുടെ റെസ്റ്റോറന്റിനെ കുറിച്ച്. ഇനി കമന്റ്സ് ഓൺ ദാറ്റ്. വി ഡോണ്ട് ഹാവ് ടൈം ഫോർ ലൂസേഴ്സ്. നമുക്ക് ഇഷ്ടംപോലെ വേറെ പണിയുണ്ട്. അതെ, നമുക്ക് ഇഷ്ടം പോലെ വേറെ പണിയുണ്ട്. ഈ ലൈവ് കഴിഞ്ഞിട്ട് വേണം ആരാന്റെ ഏതെങ്കിലും റെസ്റ്റോറന്റിൽ കയറിയിട്ട് അവരുടെ ഭക്ഷണത്തെ കുറിച്ച് മോശം റിവ്യൂ ഇടാൻ അല്ലെ മൃണാളെ. അതുകൊണ്ടാണ് കേട്ടോ മൃണാള് പറഞ്ഞത് നമുക്ക് ഇഷ്ടം പോലെ വേറെ പണിയുണ്ടെന്ന്. മൃണാളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ സ്വന്തം റെസ്റ്റോറന്റ് നോക്കണം, അത് കഴിഞ്ഞ് ബാക്കിയുള്ള സമയം ആരാന്റെ റെസ്റ്റോറന്റിൽ പോയിട്ട് അവിടുത്തെ ഭക്ഷണത്തിന് കുറ്റം പറയണം. ഭയങ്കര തിരക്കുള്ള മനുഷ്യരാണ്. പണ്ടാണെങ്കിൽ ഈ കുറ്റം പറച്ചിൽ മാത്രം മതിയായിരുന്നു. ഇപ്പൊ 2 പണിയായില്ലേ. അപ്പൊ എന്തായാലും തിരക്ക് കാണും. ആരാന്റെ റെസ്റ്റോറന്റിൽ കയറിയിട്ട് അവിടുത്തെ ഭക്ഷണത്തിനെ കുറിച്ച് കുറ്റം പറയുന്നവനാണ് സ്വന്തം റെസ്റ്റോറന്റിലെ ഭക്ഷണത്തെ കുറിച്ച് കുറ്റം പറയുന്നവനെ ലൂസർ എന്ന് വിളിക്കുന്നത്. അങ്ങനെയെങ്കിൽ മൃണാൾ എന്ന് വിളിക്കണം. വെറും ലൂസർ എന്ന് വിളിച്ചാൽ കുറഞ്ഞു പോകും. ഭൂലോക തോൽവി എന്ന് വിളിക്കേണ്ടി വരും. സ്വന്തം കണ്ണിലെ കോരെടുത്ത് കളഞ്ഞിട്ട് പോരെ മൃണാളെ മറ്റുള്ളവരെ കണ്ണിലെ കരടെടുത്ത് കളയുന്നത്. എന്തായാലും ബാക്കി പറഞ്ഞാട്ടെ. കൃഷ്ണേന്ദു, ഹായ്. സുധീർ, സുഖം. Avanis vlog, have you seen the recent video regarding your Hungry Mrinal cleanliness? എന്തിന് ഹംഗ്രി മൃണാളിന്റെ ക്ലെൻലിനെസ് എന്താണെന്ന് എനിക്കറിയില്ലേ. അത് വേറൊരാളുടെ വീഡിയോ കണ്ടിട്ടാണോ ഞാൻ മനസ്സിലാക്കാൻ. സിനി, താങ്കളുടെ ഹോട്ടലിൽ പഴയ പോലെ വേറെ ഹോട്ടലിൽ പോയി ചെയ്യുന്ന പോലെ റിവ്യൂ ചെയ്യണം, കരഞ്ഞു പോകും. താങ്കളുടെ ഹോട്ടലിൽ പഴയ പോലെ വേറെ ഹോട്ടലിൽ പോയി ചെയ്യുന്ന പോലെ റിവ്യൂ ചെയ്യണം, കരഞ്ഞു പോകും. ആര് കരഞ്ഞു പോകും? ഞാനോ? എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്?
അതായത് വളരെ ബുദ്ധിപരമായിട്ടുള്ള എന്തെങ്കിലും മെസ്സേജ് കൺവേ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ അത് മനസ്സിലാവില്ല. കുത്ത്, കോമ അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇത് പിടിയിട്ടുള്ളൂ എന്താ ഉദ്ദേശിക്കുന്നത്. അതായത് രമണ, നിങ്ങൾ ആരാന്റെ റെസ്റ്റോറന്റിൽ പോയിട്ട് അവിടുത്തെ ഭക്ഷണത്തെ കുറിച്ചും കുറ്റം പറയാറുണ്ടല്ലോ, കോമ. ആ റെസ്റ്റോറന്റുകളെല്ലാം വലിച്ചു കീറി ഒട്ടിക്കാറുണ്ടല്ലോ, കുത്ത്. അതേപോലെ നിങ്ങളുടെ റെസ്റ്റോറന്റിലെ ഫുഡിനെ കുറിച്ച് നിങ്ങളൊരു റിവ്യൂ ചെയ്യണം, കോമ. നിങ്ങൾ കരിഞ്ഞു പോകും, കുത്ത്. ഇപ്പൊ മനസ്സിലായി? ഇത് മനസ്സിലാക്കാത്തതിന്റെ കേടൊന്നല്ല, ചുമ്മാ കമന്റ് ഇട്ടവനൊന്ന് കളിയാക്കണം, അത്രേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ മനസ്സിലാവാത്ത പോലെ അഭിനയിക്കുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് ഇങ്ങേരുടെ രക്തത്തിൽ അങ്ങ് അലിഞ്ഞു പോയ സംഭവമാണ്. എത്ര വിചാരിച്ചാലും മാറ്റാൻ പറ്റത്തില്ല. ഇതൊരു ബാക്കി പറഞ്ഞട്ടെ. സോക്കർ ഓഫ് യു കെ, ഈച്ച ശല്യമാണ് ചേട്ടന്റെ റെസ്റ്റോറന്റിൽ. അതിനാദ്യം എന്തെങ്കിലും ചെയ്യും. എന്റെ റെസ്റ്റോറന്റിൽ ഞാൻ 3 ദിവസം മുമ്പ് പോയതാണ്, അവിടെ ഒരു ഈച്ച ശല്യമില്ല. ഇത് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? കൊച്ചിയിൽ ഏതൊരു റെസ്റ്റോറന്റിലും കാണുന്ന അത്രയും ഈച്ചയോ അതിൽ കുറവോ മാത്രമേ അവിടെയുള്ളൂ. അവിടെ വളരെ റെഗുലറായിട്ട് പെസ്റ്റ് കൺട്രോൾ ചെയ്യുന്നുണ്ട്. എവിടുന്നെങ്കിലും എന്തെങ്കിലും കേട്ടിട്ട് അത് വിളിച്ചു പറയാൻ, ഐ മീൻ, ഹാവ് യു ബീൻ ദേർ? നിങ്ങൾ അവിടെ വന്നിട്ടുണ്ടോ? നിങ്ങൾ ആ സ്ഥലം കണ്ടിട്ടുണ്ടോ? എവിടുന്ന് വരിക? ആരാ? ചിരിക്കല്ലേ, ഓവർ ചിരിക്കല്ലേ. ആ ചിരി കാണുമ്പോൾ ദേഷ്യാണ് വരുന്നത്. അപ്പൊ എന്റെ റെസ്റ്റോറന്റിൽ ഈച്ച ശല്യം ഉള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നുള്ളതാണ് ഇവിടെ മൃണാൾ തിരിച്ചു ചോദിക്കുന്നത്, അല്ലേ? അതിന് നിങ്ങളുടെ റെസ്റ്റോറന്റ് വരെ വന്ന് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെ വന്ന ആൾക്കാർ റിവ്യൂ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളത് മുമ്പ് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആണെങ്കിൽ ആ വീഡിയോ ഒന്നുകൂടെ ഒന്ന് കാണിച്ചു തരാം. കണ്ടല്ലോ, നിങ്ങളുടെ റെസ്റ്റോറന്റിൽ വന്ന ആളുകൾ ഇട്ട വീഡിയോ ആണ്. ഇതിലെന്തെങ്കിലും മൃണാൾ തിരിച്ചു പറയാനുണ്ടോ? അല്ല, അറിയാത്തോണ്ട് ചോദിക്കുക. പിന്നെ അതിന്റെ ഇടയിൽ കൂടെ മൃണാൾ ഒരു കാര്യം പറയുന്നുണ്ടല്ലോ, കൊച്ചിയിൽ മറ്റുള്ള റെസ്റ്റോറന്റുകൾ കാണുന്നതിനേക്കാളും വളരെ കുറച്ച് ഈച്ച മാത്രമേ ഞങ്ങളുടെ റെസ്റ്റോറന്റിലുള്ളൂ, ഞങ്ങൾ കൃത്യമായി പെസ്റ്റ് കൺട്രോൾ ചെയ്യുന്നുണ്ട് എന്നൊക്കെ. ഇതുമായി ബന്ധപ്പെട്ട് മൃണാൾ മുമ്പ് ഒരു വീഡിയോയിൽ മറ്റൊരു കാര്യമാണ് പറഞ്ഞത്. നമ്മൾ എന്തായാലും ആവുന്ന കണ്ടോക്കാം. ഈച്ച എടുത്തോണ്ട് വന്ന തോന്നി. ഇന്ന് ഈച്ച കൂടുതലാണല്ലോ. ഞാൻ പറയുന്നത് ശരിയല്ല, ധർമ്മയും പറയുന്ന ഡയലോഗ് ഈച്ചത് ഞാൻ വളർത്തുന്ന ഈച്ച. മൈബൂസിന് ധർമ്മം പറഞ്ഞത് എനിക്ക് മനസ്സിലായി. ഞാൻ ഈച്ച എവിടെ വരണമെന്ന് ചോദിച്ചാൽ അല്ലാണ്ട് ഈച്ച ഓക്കെ. കൊച്ചി കോർപ്പറേഷനിൽ കളമശ്ശേരി മുനിസിപ്പാലിറ്റിയുടെ ഇടയിൽ ഒരു തോടുണ്ട്. അവിടെ 50 meters, 100 meters. ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ചെയ്യാൻ പറ്റും. ഡെയിലി പെസ്റ്റ് കൺട്രോൾ, ഡെയിലി പെസ്റ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും. എന്നിട്ട് അതിന് 5000 രൂപ വെച്ച് ഡെയിലി ബില്ല് കൊടുക്കാൻ പറ്റും. മാസം 1.5 ലക്ഷം രൂപ. അങ്ങനെ ആരല്ലേ? ആരും ഇത് ആലോചിക്കില്ല. കൊല്ലം 18 ലക്ഷം രൂപ എന്റെ കയ്യില് വേറെ റോളക്സ് കിടന്നേനെ. ഈ ഐഡിയ ആരും ആലോചിക്കില്ല. വിഷമം എടുക്കായിരുന്നു. ഈ കാണുന്ന ഓരോ കുട്ടി ഈച്ചയുടെ വില അറിയുന്നത് എങ്ങനെ ഇരിക്കണം. ഇതാണ് പറയുന്നത്. മൃണാളിനെ ട്രോളണമെങ്കിൽ വേറെ എങ്ങോട്ടും പോകണ്ട, മൃണാളിന്റെ ചാനലിനെ കയറി നോക്കിയാൽ മതി. ഒരു വീഡിയോയിൽ ഒന്ന് പറയും, വേറെ വീഡിയോയിൽ തിരിച്ച് വേറെ ഒന്നായിരിക്കും പറയാം. നേരത്തെ ലൈവിൽ വന്ന് പറഞ്ഞു കണ്ടില്ലേ നിങ്ങൾ, എന്റെ റെസ്റ്റോറന്റിൽ ഈച്ച ശല്യമില്ല, ഞങ്ങൾ കൃത്യമായി പെസ്റ്റ് കൺട്രോൾ ചെയ്യുന്നുണ്ട് പോലും. ഇതേ മൃണാളാണ് ഇന്റർവ്യൂവിൽ വന്നിരുന്ന് പറയുന്നത്, പെസ്റ്റ് കൺട്രോൾ ചെയ്യാൻ ഭയങ്കര ചെലവാണ്, ഒരു കൊല്ലം പെസ്റ്റ് കൺട്രോൾ ചെയ്യുന്ന പൈസ ഉണ്ടെങ്കിൽ എന്റെ കയ്യിൽ റോളക്സ് വാച്ചിരുന്നതിനൊക്കെ. വല്ലാത്തൊരു മനുഷ്യനിഷ്ടം. വീണ്ടും വീണ്ടും ഇങ്ങനെ ഏറി കയറാനാണല്ലോ ഇങ്ങേർക്ക് വിധി. എന്തായാലും ബാക്കി പറഞ്ഞോട്ടെ. പ്രിൻസ് ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ പ്ലാന്റ്സ് വേറൊരു ഈച്ചയെ കൊണ്ടുവന്നേക്കുന്നു. നിങ്ങൾക്കൊന്നും വേറെ ഒരു ജോലിയില്ലേ? സമ്മതിക്കണം. ഞാൻ ഇങ്ങനത്തെ ആൾക്കാരെ എന്താ ചെയ്യുന്നറിയാം, ഞാൻ അവരെ എൻ്റെ ചാനലിൽ നിന്ന് ഹൈഡ് ചെയ്യും. കാരണം പിന്നെ ഇവരെ കാണണ്ടല്ലോ, എനിക്കവരെ കാണണ്ടല്ലോ. അതെ, നെഗറ്റീവ് കമന്റ് ഇടുന്നവരൊക്കെ മൂപ്പര് ബ്ലോക്ക് ചെയ്യുന്നുണ്ടെന്നാണ് ഉദ്ദേശിച്ചത്. ഇതേമാതിരി മറ്റുള്ള റെസ്റ്റോറന്റുകാരും ഇങ്ങനെ ബ്ലോക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കാരണം മറ്റുള്ളവരുടെ റെസ്റ്റോറന്റ് കയറി ഇങ്ങനെ ചെയ്യുന്ന പണി ഇതാണല്ലോ. അവിടുത്തെ ഭക്ഷണം പോയി കഴിച്ചിട്ട് അവിടുത്തെ ഭക്ഷണത്തിനെ കുറിച്ച് കുറ്റം പറയുക. ഇതേ കാര്യം സ്വന്തം റെസ്റ്റോറന്റ് തുടങ്ങി അവിടുന്ന് പോയി ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർ ചെയ്തപ്പോ മൂപ്പര് അവരങ്ങ് ബ്ലോക്ക് ചെയ്യുക അല്ലേ. ഇതാണ് പറഞ്ഞത്. ഇങ്ങേർക്ക് ആരെന്റെ റെസ്റ്റോറന്റ് കയറിയിട്ട് എന്ത് കുറ്റം പറയാം, പക്ഷെ ഇങ്ങേരുടെ റെസ്റ്റോറന്റ് കയറിയിട്ട് ആരൊരു കുറ്റം പറയാൻ പാടില്ല. എന്തായാലും ബാക്കി പറഞ്ഞാട്ടെ. ഭക്ഷണം പോരാന്ന് പറയുന്ന എല്ലാവർക്കും മറുപടി കൊടുക്കലൊന്നും അല്ല ഇവിടുത്തെ പണി. ഇവിടെ വേറെ ഇഷ്ടം പോലെ പണിയുണ്ട്. ഭക്ഷണം പോരാ എന്നൊരാള് അതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് പറയുന്നത് കേട്ടോ. നിങ്ങൾ എന്താ ഒന്നാമത് ഇങ്ങനെ എന്തെങ്കിലും എഴുതി വെച്ചിട്ട് കാര്യമില്ല. എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എഴുതണം. ഭക്ഷണം പോരാ എന്നൊരാൾ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഉറപ്പുള്ള റെസിപ്പീസാണ് ഞങ്ങൾ ലോക്ക് ചെയ്തിരിക്കുന്നത്. അതിൽ നിന്ന് ഞങ്ങൾ മാറ്റാൻ പോകുന്നില്ല. അല്ലെങ്കിൽ പിന്നെ അത് കഴിക്കാൻ ആരും വരാതിരിക്കണം. അത് കഴിക്കാൻ 100 കണക്കിന് ആൾക്കാർ, 1000 കണക്കിന് ആൾക്കാർ വരുന്നുണ്ട്. അപ്പം എങ്ങനെയാ അത് മാറ്റുക? എന്തിനാ അത് മാറ്റുന്നത്?
എന്തുവാണ് ഇത്? നിങ്ങളോട് റെസിപ്പി മാറ്റാനൊന്നും ആരും ഇവിടെ പറയുന്നില്ല. ഇന്നലെ വരെ ബിരിയാണി കൊടുത്തെടുത്ത് നിന്നും ഒരാൾ ബിരിയാണിയെ കുറിച്ച് മോശം പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ നാളെ തൊട്ട് അവിടെ മന്തി കൊടുക്കണം എന്നല്ല ആൾക്കാർ പറയുന്നത്. അതിലെന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ, ചിലപ്പോൾ ഉപ്പ് കൂടിയിട്ടുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ എരിവ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കണമെന്നാണ് ആളുകൾ പറയുന്നത്. അല്ലാതെ റെസിപ്പി മാറ്റണം എന്നല്ല. നിങ്ങൾക്ക് എന്താ ബോധമില്ലേ? അല്ല അറിയാത്തോണ്ട് ചോദിക്കുക. അതല്ല ഈ ബോധമില്ലാത്ത മാതിരി അഭിനയിക്കുകയാണോ? കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല, പറഞ്ഞാൽ കൂടി പോകും. അതുകൊണ്ടാണ്. എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത്? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. പുറത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.